വേറെ ചില പ്രശ്നങ്ങളാണ്. അത് നമ്മൾ ഓൾമോസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തു. അതൊരു 2 years നമുക്ക് ടൈം വേണ്ടി വന്നു. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ സോർട്ട് ഔട്ടായി. അതൊരു നല്ല റിലീസ് ഡേറ്റിൽ നമ്മൾ റിലീസ് ചെയ്യാൻ പ്ലാൻസ് ആർ ഓൺ. ഈ വിക്രം സാറിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട് ആ ഒരു സിനിമയിൽ? പുള്ളി ഭയങ്കര സപ്പോർട്ടുമാണ്. പടം റിലീസ് എന്ന് അറിഞ്ഞാൽ പുള്ളി ഇറങ്ങും. പക്ഷെ നമുക്ക് അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. പ്രൊമോഷൻസൊക്കെ ഭയങ്കര ഒരു ലിമിറ്റഡ് ആയിട്ട് ടോൺ ഡൗൺ ചെയ്ത് അവർ ചെയ്തത്. ഇതൊരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ഫിലിം. നമ്മൾ അങ്ങനെ ആയിരിക്കും നമ്മളുള്ള ഇറങ്ങിയിട്ട് വന്നാൽ അത് ഇനിയും കുറേ ലേയേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. എക്സ്പീരിയൻസ് ഫോർ മീ ഒരു ഭയങ്കര കമ്പല്ലിങ് ആൻഡ് ഇൻറ്റൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഓരോരോ മിനിറ്റും ഓരോരോ മൊമെൻറ്റും ഞാൻ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനോടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഷൂട്ട് പോകുമ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് ഇന്ന് സാർ എന്ത് ചെയ്യും, ഇന്ന് നമ്മളിതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഈ ഫിലിം അത് മമ്മൂക്കയോടൊപ്പം ഫിലിം ചെയ്തു, അത് ഇന്ന് റിലീസായി, നല്ല പ്രതികരണം വരുന്നുണ്ട്. അപ്പോൾ സാറിന് എങ്ങനെയുണ്ട് പടം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു ഫീൽ? വളരെ സന്തോഷമുണ്ട്. എനിക്ക് പടം ഇറങ്ങിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങളെപ്പോലെ ഞാൻ കുറേ ഓഡിയൻസിനെ മീറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ ഞാൻ പടം കാണുകയാണ്. ജസ്റ്റ് വോണ്ട് ടു സീ വാട്ട് ദ റെസ്പോൺസ് ഇസ് ലൈക്ക്. സോ ഫാർ ഇറ്റ്സ് ബീൻ ഗുഡ്. ഒരു 2 ഷോയെ കഴിഞ്ഞിട്ടുള്ളൂ. ലെറ്റ്സ് സീ. ഐ മീൻ ഐ ആം ഹോപ്പിംഗ്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ വോണ്ട് ടു ഹോപ്പ്ഫുള്ളി ഡു മോർ ഫിലിംസ് വിത്ത്. അപ്പോൾ ഇങ്ങനെ തിയേറ്റർ വിസിറ്റ്സ് ആണ്. ലെറ്റ്സ് സീ. ഐ ആം ഹോപ്പിംഗ് ഇറ്റ് ബി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു എനിക്ക്. മമ്മൂട്ടി കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള മമ്മൂക്കയുടെ പ്രതികരണം, അല്ലെങ്കിൽ മമ്മൂക്ക വിളിച്ചിരുന്നു, എങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ റെസ്പോൺസ്? അല്ലല്ല, ശരിക്കും എൻ്റെ ഫോൺ ഓഫിലാണ്. ആൻഡ് അങ്ങനെ സാറ് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വിളിക്കില്ല. പക്ഷേ എന്തായാലും ഞാൻ സാറിനെ മീറ്റ് ചെയ്യും ഫോർ ഷുവർ. സാർ ഇങ്ങനെ മമ്മൂക്കയുടെ കൂടെ ഒരു പടം അങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സാറിൻ്റെ ഈ എസ്തെറ്റിക്സിലൂടെ മമ്മൂക്കനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് നിങ്ങളാണ് പറയേണ്ടത്. ആ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ പറയണം. എനിക്ക് സാറിൻ്റെ മമ്മൂട്ടി സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്കിത് മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഇത് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ സാറിൻ്റെ അടുത്ത് ഈ കഥ കൊണ്ടുപോയി പറഞ്ഞു. റൈറ്ററിനെ ഞാൻ കൊണ്ടുപോയി സാറിനെ ഞാൻ റൈറ്ററും സാറിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞു. എനിക്കിങ്ങനെ ഈ പടം ചെയ്യണമെന്ന് പറഞ്ഞു. സാർ ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 6 months പ്രോസസ്സാണ്. ജൂലൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബറിൽ എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ പടം റിലീസായിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഒരു ഭയങ്കര കമ്പല്ലിങ് ആൻഡ് ഇൻറ്റൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഓരോരോ മിനിറ്റും ഓരോരോ മൊമെൻറ്റും ഞാൻ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനോടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഷൂട്ട് പോകുമ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് ഇന്ന് സാർ എന്ത് ചെയ്യും, ഇന്ന് നമ്മളിതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഒരു ഫസ്റ്റ് ഫിലിം, എല്ലാ പടവും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയായിരുന്നു ഞാനിത് എൻ്റെ മൈൻഡിൽ ഞാൻ വർക്ക് ചെയ്തത്. നല്ലോണം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഓബിയസ്ലി ഓഡിയൻസ് ഹാസ് ടു ലൈക്ക് ഇറ്റ്. അതിൻ്റെ കമേഴ്ഷ്യൽസ് വർക്ക് ആവണം. അതിൻ്റെ ഇപ്പോൾ ഈ നെക്സ്റ്റ് വീക്ക് അതായിരിക്കും. പക്ഷേ ഒരു പടമായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ വർക്ക് ഇതിൽ നല്ലോണം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. സാറിൻ്റെ പടങ്ങളെല്ലാം കാണുമ്പോഴും നമ്മൾ മലയാളത്തിലേക്ക് എന്ന് വരുന്നൊരു ആഗ്രഹം എന്നും ഉണ്ടായിരുന്നു. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഞാനിങ്ങനെ മലയാളത്തിൽ ചെയ്യണം, ഇവിടെ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് താങ്ക്ഫുള്ളി മമ്മൂട്ടി സാറിൻ്റെ കൂടെ അത് ഫസ്റ്റ് നടന്നതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിൽ ഫൺ ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടാണല്ലോ മമ്മൂക്കനെ കാണുന്നത്. അതെ, നരേഷൻ അങ്ങനെ തന്നെയായിരുന്നു ക്യാരക്ടർ. അതെ സ്റ്റോറിയിൽ അത് എനിക്ക് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. ഇതൊരു മിസ്റ്ററിയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയാലും പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ എനിക്കിതൊരു ക്യാരക്ടർ ഫിലിമായിട്ട് ഞാൻ കണ്ട ഒരു ക്യാരക്ടർ ബേസ്ഡ് ഫിലിമാണ്. അതിൽ ഈ സ്റ്റോറി ഇപ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് കുറേ സ്റ്റോറീസിനുള്ളിൽ ഈ ക്യാരക്ടർ പോകാൻ പറ്റും. അപ്പോൾ ആ പുള്ളിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. പുള്ളി ഒരു എക്സ് പോലീസ് ഓഫീസറാണ്, ഇപ്പോൾ ഡിറ്റക്റ്റീവാണ്. അത് പുള്ളിക്ക് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. പുള്ളിയുടെ കയ്യിൽ കാശില്ല, വൈഫ് ഡിവോഴ്സ്ഡാണ്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഇതിനുള്ളിലുണ്ട്. അതൊക്കെ സാർ ബ്യൂട്ടിഫുള്ളായിട്ട് പിടിച്ചിട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നമ്മൾ സ്റ്റോറി ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ക്യാരക്ടറൈസേഷനിലാണ് സാർ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ളത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് സാർ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്താൽ ഭയങ്കരമായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് മീറ്റിങ്ങിൽ അതാണ് പറഞ്ഞത്. പിന്നെ പടം കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ ഈ ആക്ടർ ഈ ക്യാരക്ടറിന് വേണ്ടി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ചോദിച്ചു സാർ. സോ അതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഡിസ്കഷനിൽ ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ പുള്ളി പിച്ച് ചെയ്ത് ഏത് മൊമെൻറ്റിലനുസരിക്കും ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞതാണ്, ഫസ്റ്റ് ഒരു 10 minutes ഇൻവെസ്റ്റിഗേഷൻ വേണോ എന്നാൽ കുറേ ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസ് കേരളത്തിൽ ഞാനിപ്പോൾ രണ്ടാമത് ചെയ്തതാണ്. കണ്ണൂർ സ്ക്വാഡ് ഇപ്പോഴാണ് ഫിനിഷ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു സാർ. പക്ഷേ ഒരു 10 minutes നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ അത് തോന്നും. ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 5-10 minutes ഇത് നമുക്ക് ഈ ക്യാരക്ടർ നമ്മളെ ഹുക്ക് ചെയ്യും. പുള്ളി പറയുന്ന ചില വിഷയങ്ങളും പുള്ളിയുടെ മൈൻഡും
നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യും. അതാണ് സാറിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. എനിക്കും അതായിരുന്നു അട്രാക്ഷൻ. ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ ഫിലിം കണ്ടു, അപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച പോലെ തന്നെ ക്യാരക്ടർ ഒന്നായിട്ട് തോന്നുന്നു. ഡെഫിനറ്റ്ലി അത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ. അത് ഇത്രയും ഷൂട്ട് ചെയ്ത് ഇത്രയും നേരം റിലീസിന് വെയിറ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല. എനിക്കത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ ദിവസവും സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനും സാർ ഇങ്ങനെ ചെറിയ വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് ചെറിയ ഷോട്ടായിരിക്കും, ചെറിയ ഒരു ഡയലോഗായിരിക്കും. ചെറിയെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഡയലോഗായിരിക്കും. പക്ഷേ അതിനും സാറ് എന്തെങ്കിലും ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കാത്ത എന്തെങ്കിലും ഒന്ന് സാർ ചെയ്യും എല്ലാ ഷോട്ടിലും. അതിന് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടും ഞാൻ ഓരോ ദിവസം ഷൂട്ട് ഫിനിഷ് ചെയ്യും. സെക്കൻഡ് പാർട്ട് അതറിയില്ല, അത് ജസ്റ്റ് ഇപ്പോൾ അത് ട്രെൻഡായിരിക്കും എന്നാണ്. പക്ഷേ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെ കുറേ ട്രാവൽ ആവാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പോൾ ആ മൂഡിലും അല്ല, നമ്മൾ അങ്ങനത്തെ ഒരു ചിന്തയിലും അല്ല. പടം ഇറങ്ങിയിട്ടുണ്ട്, ഇനി എല്ലാവർക്കും പ്രേക്ഷകർക്ക് എങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടു നമ്മൾ നോക്കണം, അത്രയും. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ സജീവമായിട്ടുണ്ട്. സിനിമ അഭിനയിച്ചു, അഭിനയിച്ചു, സിനിമ ചെയ്തു. അപ്പോൾ വേറെ സിനിമകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? But I'd love to make more films here with the actors. മമ്മൂട്ടി കമ്പനി തുടർച്ചയായിട്ട് ഹിറ്റടിച്ചുകൊണ്ട് വരുന്ന ഒരു Yeah. കമ്പനി എസ്റ്റാബ്ലിഷ് ആണ്. സോ ഈ മലയാളികളുടെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതലായിരിക്കും മമ്മൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ. സോ ആ ഹൈപ്പ് മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അല്ല, ചിലപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ അവർ സൈഡിൽ നിന്ന് അതുകൊണ്ടാണ് പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കര ഒരു ലിമിറ്റഡ് ആയിട്ട് ടോൺ ഡൗൺ ചെയ്ത് അവർ ചെയ്തത്. ഇതൊരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ഫിലിം. നമ്മൾ അങ്ങനെ ആയിരിക്കും നമ്മളുള്ള ഇറങ്ങിയിട്ട് വന്നാൽ അത് ഇനിയും കുറേ ലേയേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ബട്ട് ഐ ലൈക്ക് ദ വേ ദേ ഡിഡ് ദിസ്. ഐ തിങ്ക് ഇറ്റ് വാസ് നൈസ് ദാറ്റ് ദ പ്രൊമോഷൻസ് വെർ ലിറ്റിൽ ടോൺ ഡൗൺ ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ആണ് എപ്പോഴും പ്രശ്നം. ഇപ്പോൾ ഞാൻ തന്നെ ഒരു പടം നമ്മളിപ്പോൾ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ നമ്മളൊരു വിചാരത്തിൽ നമ്മൾ പോകുമ്പോൾ അത് വേറെ ഒരു ലൈൻ പിടിച്ചിട്ട് പോകുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് ആയിരിക്കാം, ചിലപ്പോൾ സർപ്രൈസും ആയിരിക്കും. സോ എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ കാണുന്നതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഐ തിങ്ക് ദിസ് വർക്ക് ബെസ്റ്റ്. ഇടയിലൊക്കെ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇൻ്റർവ്യൂസ് നമുക്ക് ഒഴിവാക്കിയതാണ്, ഈ മമ്മൂട്ടി കമ്പനി ഒഴിവാക്കിയതാണ്. സോ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് പടത്തിന് എന്നുള്ളൊരു ഡിസ്കഷനൊക്കെ. അങ്ങനെ ഓർഗനൈസ്ലി അങ്ങനെ ഡിസ്കഷനൊന്നും നടന്നിട്ടില്ല. നമ്മളും ഷൂട്ടും ഫിനിഷ് ചെയ്തു, പോസ്റ്റ് പ്രൊഡക്ഷനും നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് നമ്മൾ റിലീസ് ഡേറ്റിന് മുമ്പെയാണോ എല്ലാ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തത്. പിന്നെ സോ അങ്ങനെ ഡിസ്കഷൻ നമ്മൾ ടോൺ ഡൗൺ ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ട്രെയിലേഴ്സ് നമ്മൾ ഇട്ടപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ട്രെയിലർ ഇട്ടാൽ മതി ഫസ്റ്റ് എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു സീനായിട്ട് അത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞു. പിന്നെ സാർ പറഞ്ഞല്ല, ഇനിയും ഒരു ട്രെയിലർ ഡെഫിനറ്റ്ലി നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു ട്രെയിലർ നമ്മൾ കട്ട് ചെയ്തു. അതല്ലാതെ നമ്മൾ വേറെ ഡിസ്കഷനായിട്ട് ഇങ്ങനെ ടോൺ ഡൗൺ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവർ ഓൾറെഡി ഇങ്ങനെ കണ്ണൂർ സ്ക്വാഡിനൊക്കെ ഇങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് നൈസ്. എനിക്കും ബേസിക്കലി ഞാൻ പടം കാണുമ്പോൾ ട്രെയിലർ കാണാതെ ആ പടത്തിനെ പറ്റി വായിക്കാതാണ് ഞാൻ പടം കാണുക. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല, പക്ഷേ ബട്ട് ഐ ലൈക്ക് ദറ്റ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. സോ ഇറ്റ് വർക്ക് ഔട്ട് ഫോർ മീ. ഈ ഗോകുൽ സുരേഷിലേക്കുള്ള ഒരു സെലക്ഷൻ അതെങ്ങനെയായിരുന്നു സംഭവിച്ചത് മമ്മൂക്കയുടെ? അത് മോസ്റ്റ് ഓഫ് ദ കാസ്റ്റിംഗ് വാസ് സജസ്റ്റഡ് ആൻഡ് ഡൺ ബൈ മമ്മൂട്ടി സാർ ഓൺലി. സാറാണ് പറഞ്ഞത് കുറേ വിഷയങ്ങൾ, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആൻഡ് മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ സാർ ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്ത ക്യാരക്ടേഴ്സാണ്. സോ ഗോകുൽ സുരേഷ് ഫസ്റ്റ് നമ്മളൊരു രണ്ട് മൂന്ന് ആക്ടേഴ്സ് നമ്മൾ പോയി ചോദിച്ചിരുന്നു. ദെൻ ഐ തിങ്ക് വി പിക്ഡ് ഓൺ ഗോകുൽ. സാറിൻ്റെ എല്ലാ സിനിമകളിലും കാണുന്ന പോലെ തന്നെ സാറിൻ്റെ എല്ലാ സിനിമകളിലുള്ള പോലെ ഈ പടത്തിലും ഒരുപാട് നല്ല നല്ല ഡയലോഗ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തുമ്പ് കിട്ടിയ തുമ്പാരെ പോകും പോലുള്ള ഡയലോഗ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. സാറിൻ്റെ ഇൻപുട്ട് റൈറ്റിംഗ് പ്രോസസ്സിലൊക്കെ? അതെ, ഡോക്ടർ നീരജിൻ്റെ സ്റ്റോറിയിൽ തന്നെ കുറേ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എൻഹാൻസ് ചെയ്തതാണ് എൻ്റെ ജോലി. ഞാൻ പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ഫിക്സ് ചെയ്തു. ആൻഡ് ദെൻ എൻ്റെയും ഇൻപുട്സ് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ പറയുന്ന ഈ ചെറിയ വിഷയങ്ങളും പിന്നെ ഈ നല്ല ഡയലോഗ്സ് കുറേ സ്റ്റോറിയിലാണ് ഉണ്ടായിരുന്നു. എന്നെ അട്രാക്ട് ചെയ്തതാണ്. മലയാളത്തിലേക്ക് വരുമ്പോഴത്തേനും ബഡ്ജറ്റ് എത്രത്തോളം വെല്ലുവിളിയായിരുന്നു? അത്ര ഹൈ ബഡ്ജറ്റ് അല്ലല്ലോ മലയാളത്തിൽ. അത് നമ്മൾ ഈ ഒരു കഥയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്യും. എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും ചെയ്യില്ല. ആൻഡ് ആവശ്യമില്ലാതെ നമ്മളൊന്നും ചെയ്യില്ല. അത് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സാറിൻ്റെ അടുത്ത് ഇത് ഈ ബഡ്ജറ്റിൽ വരും സാറിന് പറഞ്ഞപ്പോൾ സാർ ഓക്കെ ലെറ്റ് ഷൂട്ട് എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ബഡ്ജറ്റ് പിന്നെ മലയാളത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നല്ല പടങ്ങൾ വരില്ല. അതാണ് സാർ. ഇപ്പം ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിമാണ് ധ്രുവ നക്ഷത്രം. അതിൻ്റെ ആൻറ്റിസിപ്പേഷൻ കൂടാൻ കാരണം ഇത് റിലീസ് ഡേറ്റ് ഇതിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ട് അത് നീണ്ടു പോകുന്നതുകൊണ്ടാണ്. പിന്നെ എസ്പെഷ്യലി ഇപ്പം അടുത്ത് ട്രെയിലർ ഇറങ്ങിയപ്പം അതിൽ വിനായകനുണ്ടെന്ന് പറഞ്ഞിട്ടും പ്രേക്ഷകർക്ക് ഒന്നുകൂടെ ഒരു എക്സ്പെക്ടേഷനായി പടം കാണാനുള്ളത്. അപ്പോൾ
അത് എന്താണ് നീണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഒരു സ്റ്റേജ് എന്താണ് ഇപ്പം നിലവിൽ? ഐ തിങ്ക് 2025 സമ്മറിൽ റിലീസാവുമെന്ന് തോന്നുന്നു എനിക്ക്. 2025. ഓക്കെ, അപ്പം ഈ വിനായകൻ ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം പിന്നീട് കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് സാർ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, വിനായകനുണ്ടോ എങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. വിനായകൻ ഇസ് ഡൺ എക്സ്ട്രീംലി വെൽ ഇൻ ദ ഫിലിം. പുള്ളിയുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണെന്ന് തോന്നുന്നു എനിക്ക്. അല്ല, ജയിലറിൻ്റെ സക്സസിന് ശേഷം ആൻഡ് ഈസ് എ ബ്രില്യൻറ്റ് ആക്ടർ, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇതിൽ വേറെ ചില പ്രശ്നങ്ങളാണ്. അത് നമ്മൾ ഓൾമോസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തു. അതൊരു 2 years നമുക്ക് ടൈം വേണ്ടി വന്നു. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ സോർട്ട് ഔട്ടായി. അതൊരു നല്ല റിലീസ് ഡേറ്റിൽ നമ്മൾ റിലീസ് ചെയ്യാൻ പ്ലാൻസ് ആർ ഓൺ. ഈ വിക്രം സാറിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട് ആ ഒരു സിനിമയിൽ? പുള്ളി ഭയങ്കര സപ്പോർട്ടുമാണ്. പടം റിലീസ് എന്ന് അറിഞ്ഞാൽ പുള്ളി ഇറങ്ങും. പക്ഷെ നമുക്ക് അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. പടം റിലീസാവണം. ആര് സപ്പോർട്ട് ചെയ്താലും ശരി, സപ്പോർട്ട് ചെയ്താലും ശരി, പടം റിലീസാവും. പടം ഞാനിത് ഒരു ഔട്ട്ഡേറ്റഡ് ആണ്, നമ്മൾ ഒരു 6 years മുമ്പ് ഷൂട്ട് ചെയ്തതാണ് എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഞാൻ ആ പടം എപ്പോഴും ഞാൻ വിട്ടിട്ട് പോയായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. ഇത് ലാസ്റ്റ് വീക്ക് ഷൂട്ട് ചെയ്ത പോലെയാണ്. ഇനിയും ഫ്രഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ സബ്ജക്റ്റും ഫ്രഷാണ്. സോ ആരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പടം റിലീസാവും. അത് ഞാൻ റിലീസാവും. സാർ, മമ്മൂക്കയോട് തന്നെ അടുത്തൊരു വലിയ പ്രൊജക്റ്റ് വരാനിരിക്കുന്നു, ബസൂക്ക. അതിനെപ്പറ്റി എന്തെങ്കിലും? അത് ഞാൻ ആക്ടറാണ്. സാറാണ് അതിൽ ഓൾമോസ്റ്റ് സൂപ്പർ സ്റ്റാർ ഹീറോ ആയിട്ടൊരു പെർഫോമൻസ് ആണ് കാണിച്ചത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫോർ ഷുവർ. ഞാൻ 25 days ആക്ട് ചെയ്തു ആ പടത്തിൽ. ആൻഡ് അതിപ്പോൾ ഓൾമോസ്റ്റ് വെരി സൂൺ ഇറങ്ങുമെന്ന് തോന്നുന്നു. 1 or 2 months പടം വരും. ഡൊമിനിക്കിലേക്ക് തിരിച്ചു വന്ന ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് റിപ്പോർട്ടൊക്കെ വന്ന് കണ്ടിരുന്നോ? എൻ്റെ ഫോൺ ശരിക്കും ഓഫാണ്. ഞാനിപ്പോഴാണ് ഓൺ ചെയ്തത്. തിയേറ്ററിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഒരു ഫീൽ കിട്ടി എനിക്ക്. നമുക്കറിയാം, നമ്മളൊരു പടം കണ്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് കിട്ടും. അതിൻ്റെ ഫോണും വേണ്ട, ആരും കോൾസ് ഒന്നും വരണ്ട. നമുക്ക് ആ ഓഡിയൻസിൻ്റെ ഒരു അവർ റിയാക്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് നമുക്കത് കിട്ടും. അപ്പോൾ എനിക്കിത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. ഇനി ഐ സ്റ്റാർട്ട് മേക്കിംഗ് ദ കോൾ. നമുക്ക് എന്ന് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഐ വോണ്ട് ടു മീറ്റ് യു ഫോർ ഷുവർ. അതുപോലെ പടത്തിൻ്റെ ഒരു എസൻസ് ഡെലിവറി ചെയ്യുന്നതിലും അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ കൺവേ ചെയ്യുന്നതിലും പോസ്റ്റേഴ്സിന് വലിയൊരു പങ്കുള്ളതായിട്ട് തോന്നി. അതെ, അതിൻ്റെ ടൈറ്റിൽ ഡിസൈനിങ്ങിലാണെങ്കിലും. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ആ ഒരു കുറേ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അറൗൺ എസ്തെറ്റിക് കമ്മ്യൂമ ആൻഡ് ഓഫ് കോഴ്സ് മമ്മൂട്ടി കമ്പനി. കുറേ ഡിസ്കഷൻസ് ആൻഡ് കുറേ ഐഡിയാസ്. സെപ്പറേറ്റായിട്ട് ഒരു ഷൂട്ടും നമ്മൾ ചെയ്തു അതിനു വേണ്ടി. ആൻഡ് ഇത് ഈ പാലറ്റ്, ഈ കളർ സ്കീം, ഇതിൽ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ഇതുണ്ടായാൽ ബെറ്റർ ആണെന്നൊക്കെ കുറേ ഡിസ്കസ് ചെയ്തിട്ട് കുറേ അവർ അയക്കും. പിന്നെ നമ്മൾ കറക്ഷൻസ് പറയും. ബട്ട് എവറിത്തിങ് വാസ് ഔട്ട് ദെയർ. എവറിത്തിങ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദി യൂഷ്വൽ. ആൻഡ് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയാനുള്ളത്? പടം ഈ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് പോയി ഒരു നല്ല പടം കാണണം. സാറിൻ്റെ എത്രയോ പടങ്ങൾ സാർ ചെയ്തിട്ടുണ്ട്. അതിൽ വേറൊരു പെർഫോമൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു സ്റ്റൈൽ സാർ പഠിച്ചിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ പ്രസൻറ്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഐ ഡോണ്ട് മീൻ എനി ഡിസ്റെസ്പെക്ട് ടു എനി ഓഫ് ദി അതർ ഫിലിംസ്. ആൻഡ് ഇൻ എ വെരി പ്രൗഡ് വേ ഐ എം സെയിങ്. സാറിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ എം എ ബിഗ് ഫാൻ ആൻഡ് ഐ ലവ് ഹിസ് വർക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ അതാണ് ട്വീറ്റ് ചെയ്തത്. ഈ തനിയാവർത്തനം, അമരം, ഇങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിട്ട് വോണ്ട് ടു വർക്ക് വിത്ത് ദിസ് ആക്ടർ എന്ന് എനിക്ക് ഒരു തോട്ട് അപ്പം തന്നെ എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറേ ഫോളോ ചെയ്യും. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രാജേഷ് ഇങ്ങനെ മമ്മൂക്കൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ ഞാൻ കാണാതെ കുറേ പടങ്ങളൊക്കെ പുള്ളി എൻ്റെ അടുത്ത് പറയും, ഈ പടം നമ്മൾ കാണണം, ഈ പടം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ. കുറേ ഞാനിങ്ങനെ സാറിൻ്റെ ഒരു ഫിലിംസായിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് റിയലി ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം. ആൻഡ് അതിലൊരു ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഒരു എക്സ്ട്രാ എഡ്ജ് ആയിട്ടൊരു വേറൊരു പെർഫോമൻസ് സാർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.